നമ്മളങ്ങനെ കറക്റ്റ് സീറ്റിൽ വന്ന് ആസനസ്ഥയായിട്ടുണ്ട്. വിൻഡോ സീറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണേ. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. പക്ഷെ എനിക്കിപ്പോൾ വീട്ടിൽ പോകുന്നൊന്നുണ്ട്. അപ്പോൾ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു ഇത് അംഗനവാടിയൊന്നും അല്ല കരയമ്മ വീട്ടിൽ കൊണ്ടാക്കാനെന്ന്. അപ്പോൾ ഞാൻ മിണ്ടാണ്ട് അതിനകത്ത് തന്നെ ഇരുന്ന്. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കിയിരിക്കുക. അപ്പം നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഹരിതാഭയൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എവിടെ പച്ചപ്പ്, എവിടെ ഹരിതാഭം, എവിടെ കുറേ ബിൽഡിങ്ങും മരുഭൂമിയും മണലാരണ്യങ്ങളും മാത്രം. മരവും പച്ചപ്പൊന്നും ഇല്ലെങ്കിൽ എന്താ, കുറേ റോഡുണ്ടല്ലോ. ഈ ടോപ്പ് വ്യൂ കൊള്ളാം അല്ലേ? അങ്ങനെ ദുബായ് നമ്മളെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എയറിൽ നിന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ? ഇനി എന്താ, ബാഗൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുക. പുറത്ത് നമുക്ക് വേണ്ടി ബസ് ഉണ്ടാവും, ആ ബസ്സിൽ കയറി ഇരിക്കാം. ഞാൻ മറ്റുള്ളവർ ചെയ്യണ കണ്ടിട്ടാട്ടോ ചെയ്യണത്, ഇരിക്കല്ലാണ്ട് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരുടെ പിന്നാലെ പോയി. എനിക്ക് ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടി. ഞാൻ അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. ഇവിടുത്തെ ബസ്സുകളെല്ലാം AC ആയിരിക്കും എന്നൊക്കെ അറിയാലോ. പിന്നെ വന്നപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി UAE കാറ്റ് നമുക്ക് അടിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കമ്പനിയിലെ നമ്മുടെ 2 മലയാളി ചേട്ടന്മാരാണ് കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വന്നത്. അവർ നമ്മളെ സേഫായിട്ട് നമ്മുടെ അക്കോമഡേഷനിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനി വകയായിരുന്ന അക്കോമഡേഷനൊക്കെ. ഒരാൾക്ക് സിംഗിൾ ബെഡാണ്, ഇതാണ് എൻ്റെ ബെഡ്. ഒരു റൂമിൽ 2 പേരാണ്. പിന്നെ നല്ല ടോയ്ലറ്റ് ഉണ്ട്, കിച്ചൺ ഉണ്ട്. അങ്ങനെ ദുബായിലെ ഫസ്റ്റ് പർച്ചേസിങ് അന്ന് രാത്രി തന്നെ ഞാൻ പോയി സക്സസ്ഫുള്ളി നടത്തിയിട്ടുണ്ട്. 45 ദിറംസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അറൈവൽ തന്നെ ഞാൻ പൊട്ടിച്ചതായി അറിയിച്ചു കൊള്ളുന്നു ഗൈസ്. അങ്ങനെ ഷോപ്പിങ്ങിന് പോയി വന്ന് ഒന്ന് ഞാൻ കിടന്ന് കണ്ണ് തുറന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സ്വർഗ്ഗലോകത്തെത്തിയെന്ന്. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ റൂംമേറ്റ് ചേച്ചി അവിടെ ഒരു റോബോട്ട് കുട്ടിച്ചാത്തനെ കത്തിച്ച് വെച്ചേക്കുന്നതാണ്. സംഭവം എന്നാലും കൊള്ളാല്ലേ.